ഡോക്ടർമാരുടെ ക്യാബിൻ. ആഹാ, സ്വാമി മൊത്തത്തിലങ്ങ് പ്ലാൻ ചെയ്തല്ലോ. അത് പിന്നെ സാറ് പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാനാവുമോ മേഡം? മറ്റുള്ളവരെന്തൊക്കെ പറഞ്ഞാലും മുഖം വീർപ്പിച്ചാലും സ്വാമി അത് കണ്ടില്ലാന്നും കേട്ടില്ലാന്നും വെക്കത്തേ ഉള്ളൂ. എനിക്ക് ഈ സാറല്ലേ വലുത്. അവസാനം പലിശക്കാര് വരുമ്പോ സാറിന് പകരം സ്വാമി ജയിലിൽ പോയി കിടക്കുവോ? നീ കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിച്ച് ബുദ്ധിമുട്ടണ്ട. പലിശക്കാര് വന്നാൽ അവരോട് മറുപടി പറയാൻ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. പറയാൻ രക്തബന്ധം ഉള്ളത് എനിക്കല്ലേ. അപ്പോ നാളെ ഒരു കേസ് വന്നാ മറുപടി പറയേണ്ടത് ഞാനും കൂടിയല്ലേ? സ്വാമിയൊക്കെ നിന്ന നിപ്പില് ബാഗും എടുത്ത് വല്ല കാശിക്കോ രാമേശ്വരത്തേക്കോ പോയ എന്ത് ചെയ്യും? എന്താ അക്ഷര? സ്വാമി പുതിയ ക്ലിനിക്കിന്റെ പ്ലാനും സ്കെച്ചും ഒക്കെ വരച്ചോണ്ട് വന്നിട്ടുണ്ട്. എവിടെ ആരിക്കണം, എവിടെ ഫാർമസി തുടങ്ങണം, എവിടെ ബില്ല് ചെയ്യണം, എന്തൊക്കെ മരുന്നുകൾ കൊടുക്കണമെന്ന് വരെ സ്വാമി തീരുമാനിച്ചിട്ടുണ്ട്. അല്ലേ സ്വാമി? ചിലപ്പോ സ്വാമി തീരുമാനിച്ചിട്ടുണ്ടാവും. അതിന് നിനക്കെന്താ? ഞാൻ പറഞ്ഞല്ലോ, ഇതെന്റെ ക്ലിനിക്കാണ്, ഡോക്ടർ ജയശങ്കേഴ്സ് ക്ലിനിക്. സാർ ആരോടെ ഈ വാശി കാണിക്കുന്നത്? ക്ലിനിക്ക് തുടങ്ങണം സർ. ജനങ്ങൾക്ക് വേണ്ടി ഒരു ആതുരാലയം വരുന്നത് നല്ലതല്ലേ? ആതുരാലയോ? അറിവുശാല അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. മിക്കവാറും ആ ക്ലിനിക്ക് തുടങ്ങുമ്പോ സ്വന്തം മകള് തന്നെ അതിന്റെ മുമ്പിൽ പോയി സത്യാഗ്രഹം ഇരിക്കേണ്ടി വരും. എന്തിന്? എന്ത് കാര്യത്തിന്? സാറെങ്കിലും മനസ്സിലാക്ക്. ഇവര് അച്ഛനും മകളും തമ്മിലുള്ള മത്സരത്തിന്റെ ഇടയിൽ ഞാൻ പെട്ടു നിൽക്കുക. സഹായിക്കാൻ ശ്രമിച്ചു എന്നൊരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതൊരു